അങ്ങേരെ മീനെ എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയൊന്നുമില്ലടോ. ഞാനൊരു വയസ്സ് സീനിയർ സിറ്റിസൺ. അതന്നെ ഏതോ വയസ്സന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്റെ മോൻ രമേശ് ഉണ്ടല്ലോ, ഊനത് അറിഞ്ഞൂടാ. ഒരു പെണ്ണിട്ടതിൽ ഞാനുണ്ടാക്കാൻ എനിക്ക് സഹിതമില്ലാനിട്ടോ. സുധര, എനിക്കറിയാലോ എന്റെ വീട്ടിലെ കാര്യം. എന്തിനെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ അവർക്ക് ഉണ്ടാക്കാനുണ്ടോ? ഇല്ല. പോട്ടെ, അതങ്ങോട്ട് പോട്ടെ. നീക്ക് എങ്ങനെ 5 ഉറുപ്പ്യ വെറുതെ വായ്പയായിട്ട് പോയി അടുത്ത എന്റെ ഗംഗാരുടെ കയ്യിലൊരു നയാ പൈസ ഇല്ല. കല്യാണമൊക്കെ വരുന്നപ്പോ പൈസ ഇല്ലല്ലേ? ഇല്ല. എത്ര പൈസ ഇല്ലല്ലേ? നിനക്ക് എത്ര പൈസ വേണം? എത്ര ലക്ഷം വേണം? മനസ്സ് തരൂ. പൈസ ഒരു വിരുന്നുകാരൻ. ഇന്ന് വരും, നാളെ പോകും. ഗംഗാരട്ട കയ്യിലില്ലാഞ്ഞിട്ടല്ലേ? പൈസ ഇല്ല എന്റെ അടുത്തില്ലേ? നിനക്ക് എത്ര പൈസ വേണം എന്നോട് ചോദിക്കും. ആവശ്യമുള്ളപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കും. അത് ശരി. ഇങ്ങനെ മക്കളൊക്കെ പോയി നല്ല ഫിറ്റാ. എന്താ ചെയ്യാ? സുധേട്ടാ, മോക്കന്ന് ബാംഗ്ലൂര് കൂട്ടുകാർക്കല്ലേ ഒരു പാർട്ടി കൊടുക്കണോന്ന്. ആരെയും പാർട്ടിയോ? മോള് പറഞ്ഞോ? മോള് പറഞ്ഞു കുറച്ച് കുട്ടിയൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റൂലോലും. മോളെ അമൃതേ, എന്താ അച്ഛാ? മോള് വായിച്ചതാ? വായിച്ചോ. പിന്നെ നമുക്കവിടെ പാർട്ടി കൊടുക്കണം പറഞ്ഞ അമ്മ. വേണം അച്ഛാ. അങ്ങനെ പൈസ ആവോ? അച്ഛാ, അതൊരു 25,000 ആവും. 25,000? അത് നമുക്ക് കൊടുക്കാം സുധേട്ടാ. അച്ഛാ, നമുക്ക് ശരിയാക്കാം. ഞാൻ അയച്ചു തന്ന പോരെ? അത് പേടിച്ചിട്ട് പറയാനില്ല സുധേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛൻ തരുന്നു. കയ്യിലില്ലാഞ്ഞിട്ടാ മോളെ ചില നേരത്ത് അങ്ങനെയൊക്കെ പറയുന്നത്. എന്റെ മോക്ക് വേണ്ടിയല്ലേ അച്ഛൻ ജീവിക്കുന്നത്. ജയ, നിന്റെ ചേനും ഞാൻ മാറ്റി വാങ്ങിത്തരാം. സുധേട്ടാ, അച്ഛനോടും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അച്ഛൻ അങ്ങനെ ശീലിച്ചതാ. ഇനി മാറ്റാനൊന്നും പറ്റില്ലടോ. ഒരു കുടുംബാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛൻ അങ്ങനെയാ മോളെ. അച്ഛൻ ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമല്ല. അച്ഛാ, വലിയ കടം വരുത്തി വെച്ചിട്ട് എന്റെ കല്യാണം നടത്തണ്ട. ഞാൻ ആദർശേട്ടനോട് പറഞ്ഞോളാം. ഊന് മനസ്സിലാകും. മോളെ, അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ കല്യാണം. അച്ഛനും അമ്മയ്ക്കും മറ്റെന്താ മനസ്സിൽ കൊണ്ട് നടക്കാനുള്ളത് മോൾക്കറിയോ? പിറവിയിലെ മോൾക്ക് ആരോഗ്യം വളരെ കുറവായിരുന്നു. തൂക്കവും കുറവ്. 22 ദിവസമാ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ വാർഡിൽ കിടന്നു. അതൊക്കെ ഓർക്കുമ്പോഴാ പിന്നെ ഞാനും അമ്മയും മറ്റൊരു കുഞ്ഞു വേണ്ടാന്ന് തീരുമാനിച്ചു. നിന്നെ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട്. സുധേട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടിയല്ലോ നമ്മളെ മോളെ. നല്ലൊരു ജോലി നേടണം, സ്വന്തം കാലിൽ നിൽക്കണം. എനിക്കറിയാം അമ്മേ, എനിക്കെന്റെ അച്ഛനും അമ്മ നല്ല വിദ്യാഭ്യാസം തന്നില്ലേ, അത് മതി. മോളെ, അമ്മയ്ക്ക് മക്കളോട് വയറ്റിൽ ചുമന്നതിന്റെയും പേറ്റുനോവിന്റെയും അമ്മിഞ്ഞപ്പാലിന്റെയും കണക്കുകൾ പറയാം. പക്ഷേ അച്ഛന് മക്കളോട് പറയാൻ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കണക്കുകൾ ഉണ്ടാവില്ല. എന്റെ സുധാകരനെ എനിക്കറിയാം. പിന്നെന്താ അച്ഛന്റെ വരവിന്റെ ഗുളിക അത് വേണ്ടടാ. അച്ഛാ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ. നിനക്ക് വേണ്ടി ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. എല്ലാം വിട്ടു തുളച്ചിട്ടേ ഉള്ളൂ. മക്കളെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയടോ. അച്ഛൻ നെല്ലിക്ക കുഞ്ഞിരാമനല്ലേ? എന്താ എന്റെ വാർദ്ധക്യ പെൻഷൻ മിച്ചം പിടിച്ച കാശം. ഇതുകൊണ്ട്
എന്റെ മോൾക്കൊരു മോതിരം വാങ്ങിക്കൊടുക്കണേടാ. വേണ്ട അച്ഛാ, അച്ഛന്റെ കൈ തന്നെ ഇരിക്കട്ടെ. വേണ്ട. മോളെ, അച്ചാച്ചന്റെ മുത്തിങ്ങോട്ട് അടുത്തേക്ക് വാ. അച്ചാച്ചന്റെ ചെറിയൊരു സമ്മാനം. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. അച്ചാച്ചാ, ഒരു സീൻ ഉണ്ടാക്കല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കാം. അമ്മ റെഡിയല്ലേ? സെറ്റല്ലേ? ഇങ്ങോട്ട് നോക്കിയേ.